ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹവും കരുണയും സൗഖ്യവും നമ്മുടെ ജീവിതത്തിൽ വന്ന് നിറയുവാൻ ആഗ്രഹിച്ച് നമുക്ക് ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. അനേക മക്കൾ ഇന്ന് സന്തോഷത്തിലാണ്. കാരണം ഇന്നവർ ജന്മദിനം ആഘോഷിക്കുന്നു. അവരെ വിശേഷപ്പെട്ട ചില ദിവസങ്ങളിലൂടെ അവർ കടന്നു പോവുകയാണ്. ദൈവം നൽകിയ എല്ലാവിധ അനുഗ്രഹങ്ങൾക്കും ഒരിക്കൽ കൂടി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. പല ഓർമ്മകൾ നമ്മളെ സന്തോഷത്തിലേക്ക് നയിക്കും. എന്നാൽ ചില ഓർമ്മകൾ നമ്മൾ നിരാശയിലേക്കും നയിക്കും. നിരാശയിലേക്ക് നയിക്കുന്ന ഓർമ്മകളെ നമ്മൾ ഉപേക്ഷിച്ചുകൊണ്ട് സന്തോഷം നൽകുന്ന, പ്രത്യാശ നൽകുന്ന വാക്കുകൾ, ചിന്തകൾ, ജീവിതശൈലികൾ, ജീവിതാനുഭവങ്ങളെ ഓർത്ത് നമ്മൾക്ക് മുന്നേറാം. കാരണം നമ്മൾക്ക് ഈ സൗഭാഗ്യങ്ങളെല്ലാം നൽകിയത്, നമ്മളെ രക്ഷിച്ച് നമ്മളെ ഇതുവരെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമാണ് എന്നൊരു ചിന്ത എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കട്ടെ. ഹല്ലേലൂയ. നമ്മൾ കാണുക റോമക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 13-ാം തിരുവചനമാണ്. ഞാൻ പറയുക, അതിഥി സൽക്കാരത്തിൽ നിങ്ങൾ മുന്നിട്ട് നിൽക്കുക. അതിഥിയെ സ്വീകരിക്കുവാൻ തുറന്ന മനസ്സോടുകൂടി നമ്മളായിരിക്കണം. അബ്രാഹത്തിൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട് അതിഥികളെ സ്വീകരിക്കുന്ന അബ്രാഹാം. പല മേഖലകളിലും നമ്മുടെ ജീവിതത്തിൽ ചില വ്യക്തികളെ അതിഥികളായി സ്വീകരിക്കേണ്ടതായിട്ട് വരും. നമ്മുടെ കുടുംബത്തിൽ ആയിരിക്കുമ്പോഴും സമൂഹത്തിലായിരിക്കുമ്പോഴും വ്യക്തിപരമായ രീതിയിലെല്ലാം നമുക്ക് അതിഥികൾ ഉണ്ടാകാറുണ്ട്. അവരെ നിറഞ്ഞ സ്നേഹത്തോടെ സ്വീകരിക്കുവാനും അവർക്ക് സന്തോഷം പകരുന്ന, പാപം ഇല്ലാതെ സന്തോഷം പകരുന്ന പലതും അവർക്ക് വേണ്ടി നമ്മൾ ചെയ്തു കൊടുക്കുവാനും തൽപരരായി മാറണം. രണ്ടാമത് പറയുന്നത്, നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ. നമ്മൾ ഒത്തിരിയേറെ സഹായങ്ങൾ ചെയ്തതും അവർക്ക് വേണ്ടി അധ്വാനിച്ചതൊക്കെ ആയിരിക്കാം. അവരിൽ നിന്നായിരിക്കാം നമുക്ക് പീഡനമേൽക്കേണ്ടി വരിക. അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ മനസ്സിൽ ഒരു നീരസമുണ്ടാകും. എന്നാൽ തിരുവചനം നമ്മൾ പറയുകയാണ്, നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ. അനുഗ്രഹിക്കുകയല്ലാതെ ശപിക്കരുത്. കുറേ നമ്മളങ്ങനെ ശപിക്കാറില്ല എന്ന് പറയും. എന്നോട് ചെയ്തതിൻ്റെ പ്രതിഫലമാണ് ദൈവം കൊടുത്തത് എന്ന് പറയും. അതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്? നീ ശപിച്ചതിന് തുല്യമല്ലേ എന്ന് ഓർക്കുക. എന്നോട് ചെയ്തതിൻ്റെ പ്രതിഫലം ദൈവം കൊടുത്തതാണ്. പിന്നെ പറയുന്നു, നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, അനുഗ്രഹിക്കല്ലാതെ ശപിക്കരുത്. സന്തോഷിക്കുന്നവരുടെ കൂടെ സന്തോഷിക്കുവിൻ, കരയുന്നവരുടെ കൂടെ കരയുവിൻ. സന്തോഷിക്കുന്നവരുടെ കൂടെ നമുക്ക് സന്തോഷിക്കാൻ കഴിയുന്നുണ്ടോ? നമ്മളെ പീഡിപ്പിച്ച ഒരു വ്യക്തിയായിരിക്കാം, അവരുടെ സന്തോഷത്തിൽ എനിക്ക് സന്തോഷിക്കാൻ കഴിയുന്നുണ്ടോ? അവരുടെ ദുഃഖത്തിൽ അല്ലെങ്കിൽ അവരുടെ സഹനത്തിൽ, അവരുടെ ദുഃഖത്തിൽ നമ്മൾക്ക് ദുഃഖിക്കാൻ കഴിയുന്നുണ്ടോ? അവർക്കുണ്ടാകുന്ന ദുഃഖത്തിൽ എനിക്ക് സന്തോഷമാണ് ഉണ്ടാകുന്നത്. തിരുവചനം പറയുന്നത്, അവരുടെ സന്തോഷങ്ങളിൽ സന്തോഷിക്കുക, അവരുടെ കരച്ചിലിൽ, ദുഃഖത്തിൽ നമ്മളും ദുഃഖിതരായിത്തീരുക. ഹല്ലേലൂയ. ദൈവം നൽകിയ തിരുവചന ഭാഗത്തിന് ദൈവപൂർവ്വമായി നന്ദി പറയാം. ഇന്നേ ദിവസം ജന്മദിനം ആഘോഷിക്കുന്ന ഗ്രേസി എന്ന് പറയുന്ന സഹോദരിയെ ദൈവമേ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ആ മകൾക്ക് ദീർഘായുസ്സം നൽകി നീ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ കൂടെ സഞ്ചരിക്കുവാനും തൻ്റെ ജീവിതത്തിലേക്ക് നിന്ന് തിരിഞ്ഞു നോക്കുവാനും വരാൻ പോകുന്ന സൗഭാഗ്യങ്ങളെ കണ്ടുകൊണ്ട് മുന്നോട്ട് നീങ്ങുവാനും തക്കവിധം ആ മകളെ അവിടുന്ന് പ്രത്യേകമായി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ അമ്മയെ ആശ്രയമാതാവേ, ആ മകൾക്ക് വേണ്ടിയും അവളുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകമായി മധ്യസ്ഥം വഹിക്കണമേ. ഇതുപോലെ ജന്മദിനം ആവശ്യമുള്ള എല്ലാ മക്കളുടെയും അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അമ്മയെ ആശ്രയമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി, എല്ലാ രോഗികൾക്ക് വേണ്ടിയും ജന്മദിനം ആഘോഷിക്കുന്ന ഗ്രേസി
എന്ന സഹോദരിക്ക് വേണ്ടിയും പ്രത്യേകമായി മധ്യസ്ഥം വഹിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.